ഓം ശാന്തി. പ്രകാശ് മണി ദാദിജിയുടെ ക്ലാസ്സാണ്. ദാദി മർജീവ ജന്മം, ബ്രാഹ്മണ ജന്മം എന്തായിരിക്കണം എന്ന് പറയണം. ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ബ്രാഹ്മണനർത്ഥം മർജീവ, ജീവിച്ചിരിക്കെ മരിക്കുക. എന്താണ് ജീവിച്ചിരിക്കെ മരിക്കുക? അതിൻ്റെ അർത്ഥമാണ് ദാദി എന്ന് പറയുന്നത്. മർജീവ ബന്ന മന സബ് കുച്ച് ദാൻ കർ ദേന, വികൽപ് സമാപ്ത് ഹോ ജാന. മർജീവയാകുക അർത്ഥം എല്ലാം ദാനം ചെയ്യുക, വികൽപ്പങ്ങളെല്ലാം സമാപ്തം. വികൽപ്പങ്ങളെല്ലാം സമാപ്തം. വികൽപ്പം എന്ന് പറഞ്ഞാൽ വികാരി ചിന്തകൾ. ബാബ ആയാ ഹി ഹം ബच्चों को ജീത്തെ ജി മർജീവ ബനാനെ. ബാബ വന്നിരിക്കുന്നത് നമ്മൾ കുട്ടികളെ ജീവിച്ചിരിക്കെ മർജീവയാക്കുന്നതിനാണ്. മർജീവയാകുന്നതിനുള്ള വിധി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ വിധി? ദേ ദാൻ തോ ഛൂട്ടെ ഗ്രഹൺ. ദാനം കൊടുക്കൂ എങ്കിൽ ഗ്രഹപ്പഴകളെല്ലാം മാറിക്കിട്ടും. तो आज इस बात पर हम विचार करें. ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ദാനം കൊടുത്താൽ ഗ്രഹപ്പഴ ഇല്ലാണ്ടാക്കും. कि हमारा मर्जीवा जन्म है. എൻ്റെ ദാദി പറയണത്, നിങ്ങളിലേക്ക് നോക്കി ചോദിക്കൂ, എൻ്റേത് മർജീവ ജന്മമാണോ? ഞാൻ ജീവിച്ചിരിക്കെ മരിച്ചു കഴിഞ്ഞുവോ? മർജീവ അർത്ഥാത് സബ് കുച്ച് ബാബാക്കു ദാൻ ദേ ദിയ. മർജീവയായെങ്കിൽ എല്ലാം ബാബയ്ക്ക് ദാനം കൊടുത്തിട്ടുണ്ടാവും. ദാൻ കിയ മന, എല്ലാം ബാബയ്ക്ക് ദാനം ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ഗ്രഹപ്പഴയും പോയിട്ടുണ്ടാവും. യജ്ഞമേ ഹമേശ ദാൻ കിയ ജാതാ ഹൈ. ലൗകിക ലോകത്തിലും യജ്ഞങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദാനം ചെയ്യാറുണ്ട്. പറയാറുണ്ട്, ദാനം, യജ്ഞത്തിൽ ദാനം കൊടുത്താൽ മനസ്സിന് ഇച്ഛിക്കുന്ന ഫലം കിട്ടും. तो कौन सा दान? ബാബ പറയണ ഇത് ജ്ഞാനയജ്ഞമാണല്ലോ. അപ്പം ഈ ജ്ഞാനയജ്ഞത്തിൽ നമ്മൾ എന്താണ് ദാനം ചെയ്യേണ്ടത്? എന്ത് ദാനം ചെയ്യണം? ഏഹെ അപ്പനെ ജീവൻ കാ ദാൻ. ബാബ എന്താ പറയണേ? ഇത് ജീവിതത്തിൻ്റെ ബലിദാനത്തെക്കുറിച്ചാണ് ബാബ പറയണത്. എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്ന് ദാനം കൊടുക്കുന്ന വിഷയമല്ല. ചാഹേ സെ ജീവൻ ശബ്ദ കഹോ, ചാഹേ തൻ മൻ ധൻ കഹോ. അതിലെന്തൊക്കെ വരും? അല്ല, ജീവിതത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടുള്ള ദാനം എന്ന് പറഞ്ഞാൽ അതിൽ ശരീരവും മനസ്സും ധനവും 3 മടങ്ങുന്നുണ്ട്. ചാഹേ സ്വഭാവ സംസ്കാരവും കാ ദാൻ കഹോ. ഇല്ലെങ്കിൽ എന്ത് പറയാം? മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സ്വഭാവം, സംസ്കാരം, അല്ലെ, ശീലം. ഇതെല്ലാം ദാനം ചെയ്യണം. ദേഹസഹിതം ദേഹ സംബന്ധങ്ങളെ ദാനം ചെയ്യണം. പിച്ചല ജോ കുച്ച് ഹേ ഉസ്കാ ദാൻ. എന്തെല്ലാം പഴയതുണ്ടോ അതിനെയെല്ലാം ദാനം ചെയ്യണം. ദാനം അർത്ഥം ദാനം. ദാൻ കി ഭാഷ ബഹുത് ബഡി ഹേ. ദാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. വെറുതെ ദാനം എന്ന വാക്ക് ഉപയോഗിക്കരുത്. കൊടുത്തു അർത്ഥം കൊടുത്തു. ശരീരവും മനസ്സും ധനവും എങ്ങനെ ദാനം ചെയ്യണം അതും പറഞ്ഞിട്ടുണ്ട് ബാബ. എൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? तो हर एक विचार करो. ഇനി ഓരോരുത്തരും ചിന്തനം ചെയ്യൂ. മേരി ഈ ജീവൻ, എൻ്റെ ഈ ജീവിതം, ദാൻ കി ഹുയി ഹേ യാ ദാൻ കർണ സോച്ച് രഹേ. ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞോ അതോ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ദാനത്തിൻ്റെ അർത്ഥം എന്താണ്?
ആ അർത്ഥം മനസ്സിലാക്കി തരാൻ ഞാൻ നിങ്ങളോടൊരു സംഭവം പറഞ്ഞു തരാം. ചരിത്രത്തിൽ പറയുന്നുണ്ട്, രാജ ജനകന്റെ ഒരു കഥ. ദൃഷ്ടാന്തമാണ്. രാജാവ് തൻ്റെ സർവസ്വവും ദാനം ചെയ്തു. लेकिन उनका वायदा था कि जब मैं घोड़े पर पाव रखूं उस समय ही सब दान माना जाए. പക്ഷേ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നു രാജാവിൻ്റെ, ഞാൻ എല്ലാം സമർപ്പിക്കും, എപ്പോഴാണോ സമർപ്പണം ചെയ്യുന്നത് ഞാൻ കുതിരയുടെ മേലേക്ക് എല്ലാം ദാനം ചെയ്തിട്ട് ഞാൻ കുതിരപ്പുറത്ത് കയറും. എപ്പം ഞാൻ കുതിരപ്പുറത്ത് കയറുന്നു അപ്പോൾ എന്തായി? എല്ലാം സമർപ്പണം. तो जनक ने जब एक पैर घोड़े पर रखा तो कहा ये सब तुम्हारा हो गया. उसी समय എന്നിട്ട് ജനകൻ അഷ്ടവക്ര മുനിയുടെ മുന്നിൽ പറയാണ്, നോക്കൂ, ഞാൻ ഒരു കാല് കുതിരപ്പുറത്ത് വെച്ചു കഴിഞ്ഞു, ഇനി എല്ലാം അങ്ങയുടേതാണ്, എൻ്റേതായിട്ടൊന്നും തന്നെ ഇല്ല, സമർപ്പണം ചെയ്തു കഴിഞ്ഞു. ഉസി സമയം ജബ് ദൂസരാ പേർ, ഒരു കാല് കുതിരപ്പുറത്ത് കയറ്റിയതും പറഞ്ഞു ഞാൻ എല്ലാം സമർപ്പണം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ കാലെടുത്ത് കുതിരപ്പുറത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ അഷ്ടാവക്രൻ എന്തു പറഞ്ഞു? റുഖോ ഏ പാവ് ക്യൂ ഉഠായ. രണ്ടാമത്തെ കാലെടുത്ത് കുതിരപ്പുറത്ത് വെക്കാൻ ശ്രമിച്ചപ്പോൾ അഷ്ടാവക്ര മുനി എന്തു പറഞ്ഞു? സ്റ്റോപ്പ്, രണ്ടാമത്തെ കാലെടുക്കരുത്. കാരണം താങ്കൾ എന്താ പറഞ്ഞേ? ആദ്യത്തെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞതും ഞാനെല്ലാം സമർപ്പണം ചെയ്തു. സമർപ്പണം ചെയ്തെങ്കിൽ താങ്കൾ താങ്കളെയും സമർപ്പണം ചെയ്തല്ലോ. അപ്പൊ ഈ കാല് ആരുടേതാണ്? താങ്കളുടെ അല്ലല്ലോ. ആരോട് ചോദിച്ചിട്ടായി രണ്ടാമത്തെ കാലെടുത്ത് വെച്ചത്? സമർപ്പണം ചെയ്തതല്ലേ. അപ്പൊ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോഴേ അർപ്പണം എന്ന് പറയുള്ളൂ. ഇത് സങ്കല്പത്തെ പ്രതി രാജാവിന് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു അഷ്ടാവക്ര മുനി ഇങ്ങനെ പറഞ്ഞേ. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? അർപ്പിക്കപ്പെട്ട വസ്തു പിന്നെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആർക്ക് മുന്നിൽ സമർപ്പണം ചെയ്തോ അവരുടെ ആജ്ഞയനുസരിച്ച് പിന്നെ ഒരു ചൂട് പോലും വെക്കാൻ പറ്റുള്ളൂ. തോ ഹംസ ബച്ചേ ഭി, നമ്മളെല്ലാം ശിവബാബയുടെ യജ്ഞത്തിൽ വന്ന് ജന്മമെടുത്ത മർജീവ ജന്മമെടുത്ത ബ്രാഹ്മണ കുട്ടികളാണ്. നമ്മളെന്തു പറയും? ബാബയുടെ അടുത്ത് വന്നു, അർത്ഥം എൻ്റെ ജീവിതം ബാബയ്ക്ക് മുന്നിൽ, യജ്ഞത്തിന് മുന്നിൽ, ബാബയുടെ ശ്രീമതത്തിന് മുന്നിൽ ഞാൻ സമർപ്പണമായി, ആഹുതിയായി കഴിഞ്ഞു. അപ്നെ സെ പൂഛേ. ഇനി ഓരോ ബ്രാഹ്മണരും അവരവരോട് ചോദിക്കണം, ഞാൻ പൂർണ്ണമായും ബാബയുടെ നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ സമർപ്പിതമാണോ, ആഹുതിയായോ, അതോ ഞാൻ സമർപ്പണമാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത് വളരെയധികം ഗഹനമായൊരു വിഷയമാണ്. ക്യോങ്കി സാരേ ജീവൻ കാരണം നമ്മുടെ മുഴുവൻ ബ്രാഹ്മണ ജീവിതവും മുന്നോട്ട് പോകുന്നത് ഈ പാഠത്തിനനുസരിച്ചാണ്. സമർപ്പണം എത്രയായോ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് നീങ്ങുകയുള്ളൂ. അതോ നിങ്ങളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, എനിക്ക് ബാബയുടെ ശ്രീമതത്തിന് മുന്നിൽ സമർപ്പണമാകണം, ഞാൻ മർജീവയായി കഴിഞ്ഞു, സമർപ്പിതമാണോ ഞാൻ? അതോ നിങ്ങൾ പറയണം എൻ്റെ ജീവിതം മർജീവയായി കഴിഞ്ഞു, ഞാൻ പഴയ ലോകത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ബാബയുടേതായി കഴിഞ്ഞു എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ബാബയുടേതായെങ്കിൽ താങ്കൾ പൂർണ്ണമായും ദാനം ചെയ്തു കഴിഞ്ഞു. ബാബ എന്ത് ദാനം ചെയ്യാൻ പറഞ്ഞു? താങ്കൾ ദാനം ചെയ്തു. ദാനം ചെയ്തുവെങ്കിൽ അതിൻ്റെ ലക്ഷണമാണ് ഗ്രഹപ്പിഴയിൽ നിന്ന് മുക്തരാകുക. ഇത് കർമ്മത്തിൻ്റെ ഗഹനമായ ഗതിയാണ്. ആത്മാവ് മർജീവയായെങ്കിൽ
പിന്നെ ആത്മാവ് ഒരു സംബന്ധത്തിലും സമ്പത്തിലും വസ്തുവിലും വൈഭവത്തിലും മമത്വം വയ്ക്കില്ല. ഇനി മർജീവ ജന്മത്തിൻ്റെ ലക്ഷണങ്ങൾ പറയാം. ആരുടെയാണ് സമർപ്പിത ജീവിതം? സമർപ്പിക്കപ്പെട്ടെങ്കിൽ, നിങ്ങൾ സ്വയത്തെ ബാബ മുന്നിൽ സമർപ്പിച്ച് ജീവിച്ചാൽ പിന്നെ ദേഹധാരി ബന്ധങ്ങളിലോ സമ്പത്തിലോ വസ്തുവിലോ വൈഭവത്തിലോ ഒരു തരത്തിലുള്ള ഒട്ടിപ്പിടുത്തവും ഒന്നിലും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ മർജീവയായി അർത്ഥം എല്ലാം എല്ലാം ദാനം ചെയ്തു കഴിഞ്ഞു. അഗർ സരാബി കിസിമേ മമത്വ ഹേ, അഥവാ ഇതിലേതിലെങ്കിലും ബന്ധങ്ങളിലോ വസ്തു വ്യക്തി വൈഭവങ്ങളിൽ ഏതെങ്കിലും ഇപ്പോഴും താങ്കൾക്ക് അല്പമെങ്കിലും അറ്റാച്ച്മെന്റ് എന്തിനോടെങ്കിലും ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടെങ്കിൽ, ബുദ്ധിയോഗം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ ദാനം എന്ന് പറയുമോ? മിസാൽ കൈ ബാർ കിസിക്കോ അപ്നി കൊയ്, ഉദാഹരണം പറയണം, ദാദി പറയണം, പലപ്പോഴും ബാബയുടെ കുട്ടികളിൽ പലർക്കും ഇപ്പോഴും പിടിവാശിയുണ്ട്. മേരി ബാത്ത് റൈറ്റ് ഹോ യാ റോങ് ഹോ, തൻ്റെ കാര്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നടക്കണം, ഞാൻ വിചാരിച്ചത് തന്നെ നടക്കണം. ഇത് താങ്കളുടെ പിടിവാശിയാണ്. എവിടെ പിടിവാശിയുടെ സ്വഭാവമുണ്ടോ, താങ്കൾ ആത്മിക സ്ഥിതിയിലാണോ? താങ്കൾ പറയൂ. പിടിവാശിയുടെ സ്വഭാവവും പിന്നെ താങ്കൾ ആത്മബോധത്തിലാണെന്ന് എങ്ങനെ പറയും? ആത്മസ്ഥിതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ താങ്കൾക്കൊരിക്കലും പിടിവാശി ഉണ്ടാവില്ല. പിടിവാശി ദേഹാഭിമാനത്തിൻ്റെ സംസ്കാരമാണ്. പിന്നെ താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും അതെൻ്റെ ശീലമാണ്? ദേഹാഭിമാനമാണിത്. അതാണ് സത്യം. ദേഹാഭിമാനത്തിലിരിക്കുന്ന താങ്കൾക്ക് സത്യവും അസത്യവും തുലനം ചെയ്യാനാകില്ല. അതുകൊണ്ട് ആദ്യം താങ്കൾക്ക് റിയലൈസേഷനാണ് വരേണ്ടത്. ഇതെൻ്റെ പിടിവാശിയാണ്, ഇത് എൻ്റെ പിടിവാശിയുടെ സ്വഭാവമാണ്. ഈ പിടിവാശിയുടെ സ്വഭാവത്തെ ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ദാനം ചെയ്തില്ല? പിടിവാശിക്ക് ഓപ്പോസിറ്റ് എന്താണ്? സരള സ്വഭാവിയായിരിക്കും. ബാബയുടെ ശ്രീമതം എന്താണ്? സരള സ്വഭാവിയാക്കൂ, ഈസി നേച്ചറായിരിക്കും. സരള സ്വഭാവിയാക്കൂ, അല്ലേ? സാഹചര്യം, വ്യക്തി, അല്ലേ, എങ്ങനെയുള്ളതാണോ സമയം, അതിനനുസരിച്ച് വ്യക്തിയെയും സമയത്തെയും കാര്യങ്ങളെയും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി എവിടെ ഞാൻ മോൾഡാകണമോ അവിടെ മോൾഡായി പോകുക. സരളമാക്കൂ, സരള സ്വഭാവിയാകൂ, താങ്കളുടെ പിടിവാശിയെ സമാപ്തമാക്കൂ. അതാണ് സമർപ്പണ ബുദ്ധി. ജിദ് ഹേ, താങ്കൾ ഇപ്പോഴും പിടിവാശിക്കാരനാണെങ്കിൽ ഞാൻ പറഞ്ഞതാണ് റൈറ്റ്, ഞാൻ പറഞ്ഞത് തന്നെയാണ് നടക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. ഈ പിടിവാശി സംസ്കാരവും ശ്രീമത്തിൻ്റെ ലംഘനമാണ്. പിടിവാശി സംസ്കാരവും ശ്രീമതത്തിൻ്റെ ലംഘനമാണ്. എവിടെ പിടിവാശിയുണ്ടോ അപ്പോൾ താങ്കൾ ചിന്തിക്കണം, ഇത് ശ്രീമതമാണോ അതോ എൻ്റെ മന്മത്താണ്? ഞാൻ ദാനം കൊടുത്തെങ്കിൽ പിന്നെ ഓരോ കാര്യത്തിലും താങ്കൾക്ക് ഈ പിടിവാശി എവിടുന്ന് വന്നു? എന്തുകൊണ്ട് വന്നു? വന്നു അർത്ഥം താങ്കൾ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഏ ജ്ഞാൻ ജിത്നാ ഹി സഹജ് ഹേ. അതുകൊണ്ടാണ് പറയുന്നത് ബാബ, ഈ ജ്ഞാനം വളരെ സഹജമാണ്, പക്ഷെ അത്ര തന്നെ ഈ ജ്ഞാനം ഗുഹ്യവുമാണ്, ആഴമേറിയതുമാണ്. അഗർ സദാ ശ്രീമത് കോ സാമനെ രഖോ, താങ്കൾ ശ്രീമതത്തെയാണ് സദാ മുന്നിൽ വെക്കുന്നതെങ്കിൽ ബാബ കോ സാമനെ രഖോ, ബാബയെയാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ തൻ്റെ സ്വഭാവത്തിൻ്റെ വിസ്താരം എപ്പോഴേ സമാപ്തമായിട്ടുണ്ടാവും.
എന്താ പറഞ്ഞത് ദാദി? താങ്കൾ ബാബയെയും ശ്രീമതത്തെയും മുന്നിൽ വെക്കുകയാണെങ്കിൽ താങ്കളുടെ ഇങ്ങനെയുള്ള പഴയ സ്വഭാവങ്ങളെല്ലാം വിസ്താരത്തിൽ, എത്ര താങ്കൾ വിസ്താരത്തിൽ പോയിട്ടുണ്ടെങ്കിലും ആ വിസ്താരമേറിയ പഴയ സ്വഭാവങ്ങളും ശീലങ്ങളും എല്ലാം എപ്പോഴേ താങ്കൾ ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഭക്തിയിൽ വളരെ വിസ്താരമായിരുന്നു. ഇപ്പോ നോക്കൂ, എത്ര പഴയ സംബന്ധങ്ങള്, സ്വഭാവങ്ങള്, ഇതിലെല്ലാമാണ് കെട്ടപ്പെട്ട് കിടന്നത്. ബന്ധങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കുക, അവനവൻ്റെ തന്നെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ, ഇത് നോക്കിയാലും വലിയ വിസ്താരമേറിയ ഒരു വല പോലെയാണ്. എവിടേക്ക് താങ്കൾ കുടുങ്ങിക്കിടന്നത്? അഗ്രഹം ശ്രീമത് കോ സാമനെ ലാത്തേ. പക്ഷേ സ്വഭാവ സംസ്കാരങ്ങളുടെ കാര്യത്തിലാകട്ടെ, ബന്ധങ്ങളിലുള്ള കെട്ടുപാടുകളാകട്ടെ, അവ ഓരോന്നിനു മുന്നിലും താങ്കൾ ശ്രീമതം വെച്ചിട്ടാണ് ഇടപഴകുന്നതെങ്കിൽ എപ്പോഴേ ഈ വിസ്താരമേറിയ വലയിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ബിന്ദുവായി മാറും. വല ഇനിയും വിസ്താരത്തിൽ വിരിച്ചിരുന്നാൽ താങ്കൾ എത്ര കുടുക്കുകളിലാണ് കുടുങ്ങുക. മർജീവയായി മാറിയ അർത്ഥം താങ്കളുടെ മനസ്സ്. അടുത്ത ദാദി പറയാണ്, മർജീവയായെങ്കിൽ, ജീവിച്ചിരിക്കെ താങ്കൾ മരിച്ചുവെങ്കിൽ എന്താകും? താങ്കളുടെ മനസ്സൊരു ടവർ ഓഫ് പീസ് ആയിട്ടുണ്ടാവും. ശാന്തി സ്തംഭമായി താങ്കളുടെ മനസ്സ് മാറിയിട്ടുണ്ടാകും. അഗർ അന്തർമേ, അഥവാ ഇപ്പോഴും താങ്കളുടെ ഉള്ളിൽ വികൽപ്പങ്ങളുണ്ടെങ്കിൽ, നെഗറ്റീവ് വിചാരങ്ങളുണ്ടെങ്കിൽ, വികാരവിക്ഷോഭം ഇപ്പോഴും ഉണ്ടെങ്കിൽ, മൻ സ്വീറ്റ് ഹോമേ, അത് പറയണേ, എങ്ങനെ സ്വീറ്റ് ഹോമിലേക്ക് താങ്കൾ പോകും? ഉള്ളില് വികാരവിക്ഷോഭങ്ങൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ മധുരമായി വീട്ടിലേക്ക് എങ്ങനെ പോകും? അർത്ഥം താങ്കൾ മർജീവയായിട്ടില്ല. മർജീവയാകുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം തന്നെയാണ് സർവവികാര വിക്ഷോഭങ്ങളും ശാന്തം, സമാപ്തം. മർജീവയുടെ ലക്ഷണമാണ്. അപ്പോഴാണ് ബാബ എന്ത് പറയുക? ബ്രാഹ്മണൻ മർജീവയായി, വികാരങ്ങൾ സമാപ്തമാക്കും. അഥവാ ഇപ്പോഴും മോശമായ വികൽപ്പങ്ങൾ, വികാരി ചിന്തകൾ താങ്കൾക്ക് വരുന്നുവെങ്കിൽ താങ്കൾ മർജീവയായിട്ടില്ല. ഹമേ ബാബ ശ്രീമത് ദിയാ ഹൈ, നമുക്ക് ബാബ ശ്രീമതം തന്നു കഴിഞ്ഞു. തുമേ കിസിക്കോ അവഗുൺ കോ നഹി ദേഖ്ന. അടുത്ത ബാബയുടെ ശ്രീമതം എന്താണ്? ആരുടെ? ഓരോരോ ഉദാഹരണം പറയണം ദാദി. ഇതുവരെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേ? പിടിവാശി സംസ്കാരം, അതേപോലെയുള്ള പഴയ സംസ്കാരം. അടുത്തത് ബാബയുടെ ശ്രീമതമാണ്, മക്കളെ ആരുടെയും അവഗുണങ്ങളെ നോക്കരുത്. എന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ അവഗുണങ്ങളെ നോക്കുകയാണ് എങ്കിൽ താങ്കളുടെ മനസ്സ് എത്ര അഴുക്കാകും. എന്തിനാണ് ഇങ്ങനെ താങ്കൾ മറ്റുള്ളവരുടെ അവഗുണങ്ങളെ കണ്ട് സ്വന്തം മനസ്സിനെ അഴുക്കാക്കുന്നത്? അഴുക്കാകുക അർത്ഥം മോശമായ ദൃഷ്ടി. ദൃഷ്ടി മോശമായി എടുത്തതുകൊണ്ടാണ് താങ്കളുടെ മനസ്സഴുക്കായത്. മോശമായതർത്ഥം അത് ഉള്ളിൽ പതിഞ്ഞാൽ പിന്നെന്താകും? താങ്കൾക്ക് ആവേശം വരും, പിന്നെ വൈരം, വിരോധം വരും. ക്യാ ജഹാം ഖരാബ് ഹേ, എന്തൊക്കെ മോശങ്ങളുണ്ടോ, മോശങ്ങളിൽ നിന്ന് താങ്കൾ മർജീവയായോ? മോശം കാണുന്നു അർത്ഥം ഇപ്പോഴും ശ്രീമത്തിന്റെ പാലനയാണോ? ഈ കാര്യങ്ങൾ താങ്കൾ താങ്കളുടെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കൂ. ഞാൻ ഇപ്പോഴും മോശമായത് കാണുന്നുവെങ്കിൽ ഇത് ശ്രീമതത്തിന്റെ ലംഘനമാണോ, ശ്രീമതത്തിന്റെ പാലനയാണോ? എന്തെല്ലാം അഴുക്ക് കാണുന്നു, കാണുന്നതെല്ലാം എന്നെയും അഴുക്കാക്കുകയല്ലേ? ഇങ്ങനെ എന്തെല്ലാം അഴുക്കുകൾ എടുത്ത് താങ്കൾ താങ്കളുടെ ഉള്ളിലെ വികൽപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണോ
താങ്കൾ എല്ലാ വികൽപ്പങ്ങളെയും സമാപ്തമാക്കുന്നത്. അപ്പോഴാണ് താങ്കളുടെ ജയാരവം മുഴങ്ങുന്നത്. അപ്പോഴേ താങ്കൾക്ക് ജയ് ജയ് വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ ജയിച്ചു കഴിഞ്ഞു. ജബ് തക് ബുരേ സങ്കല്പ് ചലത്തെ, ഇതുവരെ മോശമായ ചിന്തകൾ മനസ്സിലുണ്ടാകുന്നു, അതുവരെ താങ്കളെ മർജീവയെന്ന് വിളിക്കില്ല. മർജീവയെന്ന് വിളിക്കില്ല. ഒന്നുണ്ട് പരിതസ്ഥിതികൾ, സാഹചര്യങ്ങൾ, വിപരീത സാഹചര്യങ്ങൾ. രണ്ടാമത്തത് എന്താണ് ബാബ പറയണേ? അല്ലേ, സ്വസ്ഥിതിയിലൂടെ പരിതസ്ഥിതികളുടെ മേലെയുള്ള വിജയം. രണ്ട് കാര്യമാണ്. ഒന്ന് പരിതസ്ഥിതി വരുന്നത്, മറ്റൊന്ന് താങ്കൾ താങ്കളുടെ സ്വസ്ഥിതിയിലാണെങ്കിൽ പരിതസ്ഥിതികൾക്ക് താങ്കളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദേഹാഭിമാനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു സ്ഥിതി. അതുകൊണ്ട് ബാബ എന്താ പറയണേ? താങ്കൾ ദേഹാഭിമാനത്തിലിരുന്നാൽ പരിതസ്ഥിതികൾ താങ്കൾക്ക് പരിതസ്ഥിതികളാണ്. പക്ഷെ സ്വസ്ഥിതിയിൽ ഞാൻ ആരാണ്, ആരുടേതാണ്, എങ്ങനെയുള്ള ആത്മാവാണ്, തൻ്റെ സ്വമാനത്തിൻ്റെ സ്ഥിതിയിലിരിക്കുമ്പോൾ താങ്കൾക്ക് പരിതസ്ഥിതികൾ മറികടക്കാൻ സഹജമാക്കും. സ്വയം നോക്കൂ, ഞാനിപ്പോൾ പരിതസ്ഥിതികൾക്കും ഉപരിയായ സ്ഥിതിയിലാണോ, അതോ ഇപ്പോഴും ദേഹാഭിമാന സ്ഥിതിയിലിരുന്നു കൊണ്ടാണോ പരിതസ്ഥിതികളെ അഭിമുഖീകരിക്കുന്നത്? ഇതും താങ്കൾ ഡയറിയിൽ നോട്ട് ചെയ്യും. ഓരോ പരിതസ്ഥിതി വരുമ്പോഴും ദേഹാഭിമാനത്തിലാണോ ഞാൻ ആ പരിതസ്ഥിതികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കണേ, അതോ ഉപരിയായ സ്ഥിതിയിലിരുന്നുകൊണ്ടാണ്? മർജീവ അർത്ഥം ടവർ ഓഫ് പീസ്, ശാന്തി സ്തംഭമാക്കുക. ശാന്തിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഉള്ളില് നിറയെ കാര്യങ്ങൾ വേണം. വെറുതെ ശാന്തിയുടെ സ്തംഭമാകില്ല താങ്കൾ. ബ്രഹ്മബാബാരായി ശാന്തി സ്തംഭമായി. അതുകൊണ്ടാണല്ലോ ബാബയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ശാന്തി സ്തംഭം ഉണ്ടാക്കാൻ കാരണം അല്ലേ? ശാന്തിയുടെ സ്മാരകം. അല്ലാതെ അവിടെ ബാബയുടെ ഓർമ്മയ്ക്ക് മാർബിൾ കൊണ്ട് നിർമ്മിച്ച ആ ഓർമ്മചിഹ്നമല്ല, അത് മാർബിൾ കൊണ്ടുണ്ടാക്കിയതാ. പക്ഷെ ബാബ സ്വയം ശാന്തിയുടെ സ്തംഭമായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ, ഇനി വരുന്ന തലമുറകൾക്കത് ഓർമ്മിപ്പിക്കാനാണ് ബാബയുടെ ജീവിതം എങ്ങനെയായിരുന്നു. അപ്പം അത് പറയണേ, നമുക്കും ശാന്തിയുടെ സ്തംഭമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കൂ. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്നെ അസ്വസ്ഥമാക്കുന്ന എന്തെല്ലാമുണ്ട്. ആഗ്രഹമുണ്ട് ശാന്തി സ്തംഭമാകണം. അതിനാദ്യം ദേഹബോധത്തിനുപരിയാക്കും. ശല്യങ്ങൾ ഒഴിവാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ശാന്തി സ്തംഭം പണിയേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുക. കാരണം താങ്കൾ ദേഹബോധത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുക തന്നെ ചെയ്യും. ബാബയുടെ ഓർമ്മയിലിരിക്കൂ. എന്ത് തന്നെ സംഭവങ്ങൾ വന്നാലും അതിന് താങ്കളുടെ ബുദ്ധിയെ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിയില്ല. ഡിസ്റ്റർബൻസിൻ്റെ സംഭവം വന്നു, വ്യക്തി വന്നു, പക്ഷേ ദതി പറയണ ആ സംഭവം മുന്നിൽ വരുമ്പോൾ താങ്കൾ ബാബയുടെ ഓർമ്മയിലാണെങ്കിൽ, ആത്മബോധത്തിൽ പരമാത്മസ്മൃതിയിലാണെങ്കിൽ താങ്കളുടെ ബുദ്ധിക്ക് ഡിസ്റ്റർബൻസ് വരില്ല. ബുദ്ധിയാണ് നിർണയം ചെയ്യണം. മനസ്സിനെ അസ്വസ്ഥമാക്കാൻ ചിന്തകൾ വന്നു, പക്ഷെ ബുദ്ധി കൊണ്ട് നിർണയം ചെയ്യണമല്ലോ. ആത്മാവായ ഞാൻ പരമാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, പറയേണ്ടത്, പെരുമാറേണ്ടത്, ഇത് താങ്കളുടെ ദിവ്യബുദ്ധി നിർണയം ചെയ്യേണ്ട കാര്യമാണ്. ഡിസ്ട്രക്റ്റീവ്. പകരം താങ്കൾ ആ സാഹചര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആകുകയാണെങ്കിൽ താങ്കളുടെ കർമ്മങ്ങളും വാക്കുകളും എങ്ങനെ വരുള്ളൂ? ഡിസ്ട്രക്റ്റീവ്, നശീകരണത്തിൻ്റെതായ വാക്കുകളും പെരുമാറ്റമേ താങ്കളിൽ നിന്നുണ്ടാകും.
എൻ്റെ ദാദി പറയണ എപ്പോഴും ഓർമ്മിച്ചോളൂ, ഞാൻ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവായി മാറും, ഞാൻ അസ്വസ്ഥമാണെങ്കിൽ നശീകരണ കാര്യങ്ങളെ വരുള്ളൂ. അപ്പം എന്ത് സംഭവിക്കും? ആ സമയത്ത് ഞാൻ ആരോട് സംസാരിക്കണോ അവരുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കും. അല്ലേ? ഡിസ്റ്റർബ് ആകുമ്പോൾ ആൾക്കാർ കണ്ടിട്ടില്ലേ, സ്ഥൂലമായിട്ടും അല്ലെ, ദേഷ്യം വന്നാൽ കൈ കിട്ടിയതൊക്കെ എടുത്തെറിയുക, അല്ലേ, മറ്റുള്ളവരെ സ്ഥൂലമായിട്ടും ധാരാളം നാശങ്ങൾ, ഉപദ്രവങ്ങൾ ചെയ്യും. അതേപോലെ നമ്മുടെ ഉള്ളും നമ്മൾ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുകയാണ്. എത്ര നമ്മൾ അസ്വസ്ഥാകുന്നു, ബാബ പറയില്ലേ, നിങ്ങളുടെ ഓരോ അസ്വസ്ഥതകളും എന്താ ചെയ്യണം? ആദ്യം നശിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങളുടെ ബുദ്ധിയാണ്, നിങ്ങളുടെ സംസ്കാരത്തെയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം വൈബ്രേഷൻ അല്ലേ ആദ്യം നമ്മുടെ ശരീരത്തെയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയണ ബാബ അല്ലേ, സർവ്വരോഗങ്ങളുടെയും ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഡിസ്റ്റർബ്ഡ് ഫീലിങ്സ്, ഡിസ്ട്രക്ഷൻ നടക്കുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് ബാബ പറയണേ, ഡിസ്റ്റർബ് മന, ഡിസ്റ്റർബ്ഡായി അർത്ഥം बाबा से डिस्टर्ब, जो डिस्टर्ब होते वो डिस्ट्रक्शन का काम करते, കൺസ്ട്രക്ഷൻ का नहीं. നിങ്ങൾ ഓർമ്മിച്ചോളൂ, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴൊക്കെ നിങ്ങൾ ബാബയുടെ അടുത്താണ് ഡിസ്റ്റർബായിരിക്കുന്നത്. ബാബ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു തന്ന ശ്രീമതത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകില്ല. ഡിസ്റ്റർബ്ഡ് ആയ നിങ്ങൾ ഡിസ്ട്രക്ഷൻ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളിൽ നിന്ന് ഒരു കൺസ്ട്രക്ഷനും നടക്കില്ല, ഒരു നല്ല കാര്യവും നടക്കില്ല. कई बार कईयों का ये संकल्प आते हैं कि हम यहाँ आए. ചില സമയത്ത് ചിലർ പറയും, നോക്കൂ, ഞാനിവിടെ വന്നിട്ട് ആരും എന്നോടൊന്നും ചോദിച്ചതേയില്ല, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, എന്നെ പരിഗണിച്ചതേയില്ല, ഞാൻ അവിടെ കയറി ചെന്നിട്ട് എന്നെ സൽക്കരിച്ചതേയില്ല. ചിലർ പറയും, ഞാൻ സെൻറ്ററിൽ പോയിട്ട് നോക്കൂ, സിസ്റ്റർ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല, എന്നെ നോക്കിയതേയില്ല, സിസ്റ്റർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം എന്നെ മൈൻഡ് ചെയ്തതേയില്ല, എന്നോടൊന്നും ചോദിച്ചതേയില്ല, എന്നെ പ്രതി ഇവിടെ എന്താ ഒരു വിലയില്ലേ. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ക്യാ തും മേരി പർവാഹ് ലിയേ ആയേ ഹോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെന്താ സെൻറ്ററിൽ വന്നത് സിസ്റ്ററുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വന്നതാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സഹോദരി നിങ്ങളുടെ സെൻറ്ററിലുണ്ട്, നിങ്ങൾ വരുന്നത് 50 പേര്, 100 പേര്, 200 പേര്, 500 പേര്. ഒരു സഹോദരിക്ക് എത്ര പേരെ ശ്രദ്ധിക്കാൻ പറ്റും? നിങ്ങളെല്ലാം വരുന്നത് ഒരേ സമയം, എത്ര പേരോട് സംസാരിക്കാൻ പറ്റും? ഇത് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കപ്പോഴും നെഗറ്റീവ് ചിന്ത, സിസ്റ്റർ എന്നെ നോക്കിയില്ല, സിസ്റ്റർ എന്നോട് സംസാരിച്ചില്ല. തിരിച്ച് താങ്കൾക്ക് ചിന്തിക്കാമല്ലോ, സെൻറ്ററിൽ പോകുമ്പോൾ സഹോദരിക്ക് ഒരു നിമിത്ത ആത്മാവിന് വേണ്ടി എനിക്കെന്തെല്ലാം സഹയോഗം ചെയ്യാം. ഈ സമയത്ത് ബാബയുടെ വീട്ടിൽ ഇത്രയും പേര് വന്നു പോവുക, ഇത്രയും സേവ നടക്കുക, സിസ്റ്റർ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തൊക്കെ സഹയോഗം എനിക്ക് ചെയ്യാൻ പറ്റും? ഒരു നിമിത്ത സഹോദരിക്ക് എത്ര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും? ഒരു ബാബയുടെ വീട്ടിൽ എല്ലാവരും വരുമ്പോൾ എന്തെല്ലാം സേവനങ്ങളാണ് ഉള്ളത്. താങ്കൾ ആ സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. ഇല്ലെങ്കിൽ താങ്കൾ ഇതും ചിന്തിച്ച് പോവും, കണ്ടില്ലേ ഞാൻ വന്നു, എന്നോട് മിണ്ടിയില്ല, സിസ്റ്ററിനോട് ചോദിച്ചില്ല. താങ്കൾ ഇതിൽ എന്താ ചെയ്യേണ്ടത്? ബാബയുടെ വീട്ടിൽ വന്ന് താങ്കളുടെ വീടാണെങ്കിൽ താങ്കൾ അറിഞ്ഞു കണ്ട് ബാബയുടെ വീട്ടിൽ സഹയോഗം കൊടുത്തിട്ട് സേവ ചെയ്ത് സേവനത്തിൻ്റെ പുണ്യവും സേവനം ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷവും അനുഭവിക്കുക. അതാണോ ചെയ്യേണ്ടത്? അതോ സിസ്റ്റർ എന്നോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞ് നോക്കിയില്ല, അവരോട് സംസാരിച്ചു, അപ്പം എന്നെ നോക്കിയില്ല, ഇതാണോ താങ്കൾ ചെയ്യേണ്ടത്? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. താങ്കൾ എന്തിനാ സെൻറ്ററിൽ വരുന്നത്? ആരെ കാണാനാണ്? ആരുടെ കാര്യം കേൾക്കാനാണ്? ആരുടെ കാര്യം ചെയ്യാനാണ്? ആരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് താങ്കൾ വരുന്നത്? ഒരു ദേഹധാരിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണോ അതോ ഭഗവാന്റെ ദൃഷ്ടിയിൽ പെടാനാണോ?
ഭഗവാന് വാച കേൾക്കാനല്ലേ താങ്കൾ വരുന്നത്? ബാബയെ ഓർമ്മിക്കാൻ, ബാബയുടെ മുരളി കേൾക്കാൻ, ബാബയുടെ സേവനം ചെയ്യാൻ. ബാബയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് താങ്കൾ വന്നിരിക്കുന്നത്. ഇത് താങ്കൾ മറക്കരുത്. ബാബ മേ ആപ്കി സദാ. താങ്കളുടെ ചിന്ത എന്താ വരേണ്ടത്? ബാബ, ഞാൻ സദാ ബാബയുടെ ശീതള ഛായയിൽ തന്നെ ജീവിക്കും. ബാബ, ഞാൻ ബാബയുടെ കാര്യങ്ങളിൽ തന്നെ മുഴുകും. താങ്കൾ താങ്കളെ നോക്കൂ. ഈ വ്യർത്ഥ വികൽപ്പങ്ങൾ വരുന്നത് എൻ്റെ മോശമായ അവസ്ഥയാണ്. വ്യർത്ഥ വികൽപ്പങ്ങളാണ് ഈ ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ, ഈ ചിന്ത താങ്കൾക്ക് വന്നില്ലേ, എന്നെ ഇവിടെ ആരും മൈൻഡ് ചെയ്യണതേ ഇല്ല. അതി പറയണേ, താങ്കളെ ഇവിടെ എന്തിനു മൈൻഡ് ചെയ്യണം? താങ്കളാണ് ഇവിടെ വന്ന് മൈൻഡ് ചെയ്യേണ്ടത്. ബാബയുടെ വീടിനെ മൈൻഡ് ചെയ്യേണ്ടത് താങ്കളുടെ ജോലിയാണ്. അല്ല, ഇവിടെ വന്നിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്തില്ല, ഇതെങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും? താങ്കളല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. താങ്കളല്ലേ ഇവിടെ വന്നിട്ടെല്ലാം മൈൻഡ് ചെയ്യേണ്ടത്. താങ്കളെ മൈൻഡ് ചെയ്യാനാണോ താങ്കൾ ഇവിടെ വന്നത്? അല്ല, താങ്കൾ യജ്ഞത്തെ മൈൻഡ് ചെയ്യണം. ഇത് താങ്കൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത് കൊച്ചുകുട്ടികളുടെ വർത്തമാനമാണ്. ചെറിയ പിള്ളേരാണ് ഇങ്ങനെ പറയണേ, എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ നോക്കിയില്ല. ഇത് കൊച്ചുകുട്ടികൾ പറയും. പക്ഷെ താങ്കൾ എന്താ ചെറിയ കുട്ടിയാ? ഇനി ചിലർ ചോദിക്കും, ബാബ വിനാശം എപ്പം നടക്കും? ഇതുവരെ വിനാശം വന്നില്ലല്ലോ. ബാബ തിരിച്ചെന്താ ചോദിക്കുക? താങ്കൾ താങ്കളോട് ചോദിക്കൂ, താങ്കൾ കർമാതീതമായോ? വിനാശം വരാൻ വേണ്ടി താങ്കൾ തയ്യാറായിരിക്കുന്നത് പോലെയാണല്ലോ പറയണത്. താങ്കൾ താങ്കളോട് ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ബാബയോട് വിനാശമാകുന്നത് എപ്പോഴെന്നല്ല ചോദിക്കേണ്ടത്. സ്വയത്തോട് ചോദിക്കൂ, ഞാൻ എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു, സമ്പൂർണ്ണ സ്ഥിതിയിലെത്തിയോ? നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ദേഹാഭിമാനത്തിൽ നിന്നെങ്കിലും മുക്തമായോ? ഫൈനൽ പോകട്ടെ. സമ്പൂർണ്ണ ദേഹാഭിമാനത്തിൽ നിന്ന് മുക്തമായോ? അതിൽ നിന്നേ മുക്തമായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കർമാതീതമാക്കും? ബാബ ബാബയുടെ ഒഴുക്കില് നിങ്ങളെ കൊണ്ടുവന്നു, ജന്മം തന്നു. ബാബയുടെ ഒഴുക്കിനനുസരിച്ച് തന്നെ താങ്കൾ പോകൂ, എങ്കിലേ മർജീവയാകും. സംജോ, ആജ് മേരെ മേ ഏക ഫീലിംഗ്. ഇന്ന് നോക്കൂ, താങ്കൾക്ക് ഒരു ഫീലിംഗ്. എന്നെ സെന്ററിൽ വന്നിട്ട് ആരും മൈൻഡ് ചെയ്തില്ല. ഇന്ന് താങ്കൾക്ക് ഒരു ഫീലിങ്ങിന്റെ രോഗം, നാളെ അടുത്ത ഫീലിങ്ങിന്റെ രോഗം, വീട്ടിൽ ചെല്ലുമ്പോൾ അടുത്ത രോഗം. വീട്ടിലുള്ളവര് എന്നെ ബഹുമാനിച്ചില്ല, സ്നേഹിച്ചില്ല, ഇവരെന്നെ നോക്കിയില്ല. പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അടുത്ത ഫീലിംഗ്. ചെറുതും വലുതുമായ ഫീലിംഗ് ഫ്ലൂ പോലെയാണ്, ജലദോഷം പോലെയാണ്. എല്ലാം പിന്നെ താങ്കളെ ബാധിച്ചുകൊണ്ടിരിക്കും. ബാധിപ്പാണ്. വീട്ടിൽ പോയാലും ഫീലിംഗ്, സെൻറ്ററിൽ വന്നാലും ഫീലിംഗ്, ജോലിക്ക് പോയാലും ഫീലിംഗ്. അവിടെ പോയപ്പോൾ അവർ അത് പറഞ്ഞു, താങ്കൾ എപ്പോഴും ഉദാസീനതയിലായിരിക്കും, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാരണം താങ്കൾ ഡിസ്റ്റർബ് ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഡിസ്റ്റർബൻസേ ഉണ്ടാകുള്ളൂ. കാരണം എന്താണ്? നെഗറ്റീവ് ഡിസ്റ്റർബ്ഡ് ഫീലിങ്ങുകൾക്ക് താങ്കളെ വിധേയമാക്കുകയാണ്. तो क्या मैंने दान किया? ഇനി താങ്കൾ താങ്കളോട് ചോദിക്കൂ, താങ്കൾ എന്താ ദാനം കൊടുത്തേ? ബാബയുടേതായി മർജീവയായിട്ട് താങ്കൾ ഇതുവരെ താങ്കളുടെ വ്യർത്ഥ ചിന്തകളെ, നെഗറ്റീവ് ചിന്തകളെ, താങ്കളുടെ ബാഡ് ഫീലിങ്ങിനെ പോലും ദാനം കൊടുത്തില്ല എങ്കിൽ പിന്നെ എന്ത് താങ്കൾ ദാനം കൊടുത്തത്? ദാനം കൊടുത്തുവെങ്കിൽ പിന്നെ താങ്കൾ പറയോ, മുझे ഫീലിംഗ് ആയി, എനിക്ക് ഫീലായി അത് എന്ന് താങ്കൾ പറയില്ല. ഇതാണ് മർജീവ ബ്രാഹ്മണന്റെ ലക്ഷ്യം. ലക്ഷണം
മർജീവ ബ്രാഹ്മണനാണെങ്കിൽ താങ്കൾ ഒരു കാര്യത്തെ പ്രതിയും ഒരിക്കലും ഇങ്ങനെ പറയില്ല, അതെനിക്ക് ഫീലായി. ഇതൊരു മർജീവ ബ്രാഹ്മണന്റെ ഭാഷയല്ല. നിങ്ങൾ ബാബയുടേതായോ, പിന്നെ എങ്ങനെ താങ്കൾക്ക് ബാഡ് ഫീലിംഗ് വന്നു? ബാബ ഗ്രേറ്റ് ഫീലിംഗിൽ ഇരിക്കാനുള്ള സുമാനങ്ങളല്ലേ തന്നുകൊണ്ടിരിക്കണം. ഡെയിലി ബാബ എന്താ പറയണേ? ഫീലിംഗ് ഗ്രേറ്റ്, ശ്രേഷ്ഠ അനുഭൂതി. അതിനുവേണ്ടി എന്താ പറയണ ബാബ? അമൃത് വേളയിൽ തന്നെ താങ്കൾ ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്. അതിനാണ് ഫസ്റ്റ് ഡേ തന്നെ ആത്മാവിൻ്റെ പരിചയം തന്നിട്ട് ബാബ 7 ഗുണങ്ങളുടെ പരിചയം തന്നു, അഷ്ടശക്തികളുടെയും പരിചയം തന്നു. ഏതെങ്കിലും ഒരു സുമാനത്തിൻ്റെ ലഹരിയിൽ സദായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു മോശ സംഭവത്തിനും താങ്കളെ എന്ത് ചെയ്യാൻ പറ്റില്ല? ബാഡ് ഫീലിങ്ങിലേക്ക് വലിച്ചഴിക്കാൻ കഴിയില്ല. ഞാൻ ദാനം കൊടുത്ത വസ്തു, ദേഹാഭിമാനത്തെ താങ്കൾ ദാനം കൊടുത്തുവെങ്കിൽ, ബാഡ് ഫീലിങ്ങുകളെ താങ്കൾ ദാനം കൊടുത്തുവെങ്കിൽ, ബാബയ്ക്ക് കൊടുത്ത വസ്തു താങ്കൾ എങ്ങനെ തിരിച്ചെടുക്കും? ഏൽപ്പിച്ചതല്ലേ. പിന്നെ എങ്ങനെ താങ്കൾ ഡിസ്റ്റർബ്ഡായി? അവരെങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ്ഡായി. താങ്കൾ എങ്ങനെ ഡിസ്റ്റർബ് ആകും? ദാനം കൊടുത്ത വസ്തു ഇപ്പൊ തിരിച്ചെടുത്തില്ലേ? ഞാനേ ബാബയുടെ അമാനത്താണ്. ഞാൻ തന്നെ ഗിഫ്റ്റഡ് ആണ്. ഞാൻ എന്നെ തന്നെ ബാബയ്ക്ക് സമർപ്പിച്ചുവെങ്കിൽ പിന്നെ താങ്കൾക്ക് എൻ്റെ ഫീലിംഗ്, എനിക്ക് ഫീലിംഗ് വന്നു, അപ്പൊ ബാബയ്ക്ക് ഫീലിംഗ് വരുമോ? ബാബയ്ക്ക് സമർപ്പിക്കപ്പെട്ട ആളാണ് താങ്കളെങ്കിൽ ബാബയ്ക്ക് ബാഡ് ഫീലിംഗ് വരില്ലെങ്കിൽ താങ്കൾക്ക് എങ്ങനെ വരും? ഞാൻ എന്നെ ദാനം ചെയ്തു, ഞാൻ ദാനം കൊടുത്തതൊക്കെ തിരിച്ചെടുത്തു, ഇതും സൂക്ഷ്മ പാപമാണ്. ദാനം കൊടുത്തത് തിരിച്ചെടുക്കുന്നതും സൂക്ഷ്മ പാപമാണ്. മേ ബാബാക്ക് മാനത് ഹും. ദാദി പറയണ എപ്പോഴും എന്ത് സ്മൃതി ഉണ്ടാകണം? ഞാൻ ഭഗവാന് സമർപ്പിക്കപ്പെട്ട മുതലാണ്. ഞാൻ എന്നെ തന്നെ ബാബയ്ക്ക് അർപ്പിക്കപ്പെട്ട മുതലാണ് ഞാൻ. എൻ്റെ സങ്കല്പങ്ങളും ബാബയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ സേവനങ്ങളും എല്ലാം ഭഗവാന് സമർപ്പിക്കപ്പെട്ടതാണ്. തുമേ ബാബാക്ക് അമാനത് മേ ഖയാനത് ക്യൂം കർത്തി. ഇവിടെ ഭഗവാന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് എൻ്റെ മനസ്സിൻ്റെ ശരീരം അല്ലേ. എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചതാണെങ്കിൽ പിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനെ കൊള്ളയടിക്കാൻ പാടില്ല. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് കൊള്ളയടിക്കരുത്, തിരിച്ചെടുക്കരുത്. അപ്പം പിന്നെ താങ്കൾക്ക് എൻ്റെ മനസ്സിൽ ആ ഫീലിംഗ് വന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? താങ്കളുടെ അല്ലല്ലോ, താങ്കൾ മനസ്സിനെ സമർപ്പിച്ചതല്ലേ. ഡിസ്റ്റർബ്ഡായി ദാദി പറയണേ, ഇനി താങ്കൾ ഓർമ്മിച്ചോളൂ, താങ്കൾ അർപ്പിക്കപ്പെട്ട ആളാണെങ്കിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ മർജീവ ജന്മമെടുത്ത ബ്രാഹ്മണന് ഡിസ്റ്റർബ്ഡായി ഞാൻ എന്ന് പറയില്ല. ഡിസ്റ്റർബ്ഡായി അർത്ഥം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ താങ്കൾ തിരിച്ചെടുത്തു, കൊള്ളയടിച്ചു. ജബ് ബാബ കി ബൻ ഗയി തോ ബാബാനെ, ബാബയുടേതായപ്പോൾ ബാബ രേഖ വരച്ച് തന്നിട്ടുണ്ട്. ഈ രേഖയിലൂടെ ജീവിക്കണം. ബാബ നമ്മൾ കുട്ടികളോട് പറഞ്ഞു, മക്കളെ അമൃത് വേളയിൽ എഴുന്നേക്കൂ, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾക്ക് ജീവിതം എൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വേണം കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ. ബാബയുടെ യജ്ഞത്തിൽ നിന്നാണ് നിങ്ങൾ കഴിക്കുന്നത്. അതിനാൽ ബാബയുടെ ശ്രീമതപ്രകാരം തന്നെ വേണം നിങ്ങൾ ഓരോ ചൂടും വയ്ക്കാൻ. നിങ്ങൾ സമർപ്പണമായി അർത്ഥം അതി പറയണേ, ബാബയുടെ യജ്ഞത്തിൽ മർജീവയായെങ്കിൽ നിങ്ങൾ കഴിക്കുന്നതും യജ്ഞപ്രസാദമാണ്. യജ്ഞപ്രസാദം കഴിക്കുന്ന ബ്രാഹ്മണന്റെ ഓരോ ചുവടുകളും ബാബയുടെ ശ്രീമതപ്രകാരമായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഈ സങ്കല്പം പോലും വരുന്നേ? എനിക്ക് ഇന്ന സേവനം ചെയ്യാനാ ഇഷ്ടം, ഈ സേവ തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഈ സേവയെ താല്പര്യമുള്ളൂ,
ഇല്ലെങ്കിൽ എനിക്ക് സേവനത്തിനുള്ള ചാൻസേ കിട്ടുന്നില്ല. ഈ ചിന്തകളൊക്കെ താങ്കൾക്ക് എവിടുന്ന് വന്നു? ഇത് ഏത് അവസ്ഥയിൽ ഇരുന്നുകൊണ്ടുള്ള ചിന്തകളാണ് താങ്കൾക്ക്? താങ്കൾ ബാബയുടെ അടുത്ത് സമർപ്പിക്കപ്പെട്ട ബ്രാഹ്മണനാണെങ്കിൽ യജ്ഞത്തിൽ എപ്പോ എവിടെ എന്താണോ ആവശ്യം, ബാബയുടെ ആവശ്യത്തിനനുസരിച്ചാണ് താങ്കൾ സേവ ചെയ്യേണ്ടത്, താങ്കളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല. താങ്കളുടെ ഇഷ്ടത്തിനല്ല താങ്കൾ സേവനം ചൂസ് ചെയ്യാനുള്ളതല്ല. പിന്നെയോ ഭഗവാന്റെ ആവശ്യം, യജ്ഞത്തിന് എവിടെ ആവശ്യം, എന്താവശ്യം, ആ കാര്യം ചെയ്യും. എനിക്കിഷ്ടപ്പെട്ടതിതാ, എനിക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് ഇഷ്ടം, ഈ സേവയാണ് ഇഷ്ടം. അപ്പൊ വീണ്ടും താങ്കൾ താങ്കളുടെ ഇഷ്ടത്തിനല്ലേ പോണത്? അതപ്പം മന്മത്തായില്ലേ? അതിങ്ങനെ ശ്രീമതമാകും. കുച്ച് ന കുച്ച് ഹുവ, എന്തെങ്കിലും ഒന്ന് നടന്നു, ഒരു സംഭവം ഉണ്ടായി, ഓ ഞാൻ ഡിസ്റ്റർബായി, ആ സംഭവം കൊണ്ട്. അതി പറയണേ, താങ്കൾ ഉടനെ മനസ്സിലാക്കിക്കോളൂ. സംഭവങ്ങൾ നടക്കും, അവസാനം വരെ ഉണ്ടാവും. ബാബ പറഞ്ഞിട്ടുണ്ട്, ഡ്രാമയിൽ ചെറുതും വലുതുമായ സംഭവങ്ങൾ വരും. പക്ഷേ താങ്കൾ ഓരോന്നിലും ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മിക്കണം, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് മുതൽ കൊള്ളയടിച്ചു. ഇത് തന്നെ താങ്കൾ ഓർമ്മിച്ചോളൂ. ഞാൻ ഡിസ്റ്റർബഡ് ആയി അർത്ഥം ബാബയ്ക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു എൻ്റെ ജീവിതം, ഞാൻ സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് എൻ്റെ. എന്നിട്ട് ഞാൻ ബാഡ് ഫീലിങ്ങിന് അടിമയായി അർത്ഥം ദാനം ചെയ്ത വസ്തു തിരിച്ചെടുത്തു. സങ്കല്പത്തിൽ പോലും താങ്കൾ ചഞ്ചലമാകരുത്. സങ്കല്പത്തിൽ പോലും ചഞ്ചലമാകരുത്. ചഞ്ചലമായി അർത്ഥം ദാനം കൊടുത്ത വസ്തു തിരിച്ചെടുത്തു. കാരണം മനസ്സിനെയും അർപ്പിക്കപ്പെട്ടതാണ്. പിന്നെ അതിനെ ചഞ്ചലമാക്കുക അർത്ഥം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ താങ്കൾ തിരിച്ചെടുത്ത് താങ്കളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ബാബ മക്കളെ, ഒന്ന് ബൃഹസ്പതി ദശ, മറ്റൊന്ന് രാഹു ദശ. താങ്കളുടെ ബുദ്ധി എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പോയി ആരോടെങ്കിലും ഇടിക്കുക. മനസ്സിലാക്കിക്കോളൂ, രാഹുദശയിലാണ്. ബുദ്ധി കൊണ്ട് താങ്കൾ ഇടിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക അർത്ഥം താങ്കൾ വരുമാനത്തിൽ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. താങ്കളെ ബുദ്ധിമാനെന്ന് പറയില്ല. എപ്പോഴും ആരുടെയെങ്കിലും എടുത്ത് ഉരസല്, തർക്കങ്ങള്, വിതർക്കങ്ങള് അല്ല. ഉരസിക്കൊണ്ടിരിക്കുന്നത് ലാഭം ഉണ്ടാക്കലല്ല, സമ്പാദ്യത്തിൽ നഷ്ടമുണ്ടാക്കലാണ്. അതിലൂടെ താങ്കളുടെ കലകൾ കുറയും. കല എന്താ ബാബ പഠിപ്പിക്കണ? ജീവിക്കാനുള്ള കല ഇങ്ങോട്ടുരസാൻ വരുന്നവരുടെ അടുത്ത് കൂടി എങ്ങനെ ചേർന്ന് പോകാമെന്ന് നോക്കൂ. അതാണ് ജീവിതം ജീവിക്കാനുള്ള കല ബാബ പഠിപ്പിക്കണ. ബൃഹസ്പതി ദശാർത്ഥം ബാബയുടെ ഓർമ്മയിൽ താങ്കളുടെ സ്ഥിതി ഏറ്റവും ഉയർന്നതാക്കി വയ്ക്കുക. ബാബയുടെ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം താങ്കൾ പോകേണ്ടത്. ബാബയുടെ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. വെറുതെ മേലെ മേലെന്ന് ബാബ ബാബ പറയുക. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മേലെ മേലെന്ന് പറഞ്ഞാൽ പോരാ. വിഘ്നങ്ങൾ വരുമ്പോൾ ബാബ പറഞ്ഞ അതേ മഹാവാക്യങ്ങൾ ഉപയോഗിച്ച് താങ്കൾക്ക് നേരിടാൻ കഴിയണം. അല്ലാതെ അവിടെ ഇടിക്കാനല്ല പോകേണ്ടത്. ബാബ പറഞ്ഞിട്ടുണ്ടല്ലോ കൊടുങ്കാറ്റ് വരും. ഇത് മാത്രമല്ല പറഞ്ഞിട്ടുള്ള ബാബ, കൊടുങ്കാറ്റ് വരും എന്ന് മാത്രം. താങ്കൾ പകുതി ശ്രീമതം പറയരുത്. ബാബ ഇതും പറഞ്ഞിട്ടുണ്ട്, ബച്ചേ തുമേ ക്രോസ് കർണായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാബ. കൊടുങ്കാറ്റ് പോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും എൻ്റെ മക്കൾക്ക് മറികടക്കണം. അടുത്തത് എന്ത് പറഞ്ഞു ബാബ? കബി ബി റുക്നനക്കെ, ഒരു തടസ്സങ്ങളിലും തടയപ്പെട്ട് നിൽക്കരുത്. എൻ്റെ കുട്ടി വിജയിക്കണം. ലക്ഷ്യത്തിലെത്തും വരെ മറികടന്ന് പോകണം. നിൽക്കാൻ ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല വിഘ്നങ്ങളുടെ മുന്നിൽ. മായയുടെ അടുത്ത് ജയിച്ച് മായാജീത്താകണം. ഇതാണ് ബാബ വരം തന്നിട്ടുള്ള മായാജീത് ഭവ. എൻ്റെ അർത്ഥം തന്നെ എന്താ? മായ വരും, താങ്കൾ ജയിക്കണം.
ഞാൻ മായയ്ക്ക് വശപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, മായയ്ക്ക് വശീഭൂതമായി ജീവിക്കുകയാണെങ്കിൽ എന്താ താങ്കൾ ദാനം ചെയ്തു? ആലോചിച്ചു നോക്കൂ. ന തുമിൻ നൈനോങ്കെ വശ് ഹോ രഹു ന മുഖക്കെ. താങ്കൾ ഒരിക്കലും താങ്കളുടെ കണ്ണിനും നാവിനും ഒന്നും വശീഭൂതമായിട്ടല്ല ജീവിക്കേണ്ടത്. താങ്കൾ അധികാരിയായി ജീവിക്കൂ. താങ്കൾക്ക് താങ്കളുടെ കണ്ണിനും അടിമയാകരുത്, നാവിനും അടിമയാകരുത്. താങ്കൾ ആത്മാവ് യജമാനനായി ജീവിക്കൂ. ഹരേക്ക് ഖുദ് കോ ചെക്ക് കരേ. ഓരോരുത്തരും അവരവരെ പരിശോധിക്കൂ. मैंने अपने को इस यज्ञ में कहाँ तक दान कर दिया. ഞാൻ ഈ ഈശ്വരീയ യജ്ഞത്തിൽ ജന്മമെടുത്തതിന് ശേഷം എത്രത്തോളം ഞാൻ ദാനം ചെയ്തു. ദാനം അർത്ഥം ദാനം, കൊടുത്തത് തിരിച്ചെടുക്കുന്നത് മഹാപാപമാണ്. ഹമാരി ലഗൻ ബാബ സെ ഹേ. എനിക്ക് ബാബയോടായിരിക്കണം അതിയായ ഇഷ്ടം. ഹമാര സബ് കുച്ച് ബാബ ഹേ. എൻ്റെ എല്ലാം ഒരു ബാബ തന്നെ. ദുനിയാമേ ഭലെ കിത്തനെ ബി പടേ ലിഖേ വിദ്വാൻ ഹോ. ലോകത്തിൽ എത്ര വലിയ പഠിപ്പും പത്രാസുമുള്ള വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാകാം. ഉൻകോ ഇത്തനി ചോട്ടി ബാത് ബി സമജ് മേ നഹീ ആത്തെ ഹെ. പക്ഷെ എത്രയും വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരും ആണെങ്കിലും ഭഗവാൻ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഞാനൊരാത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്, ശിവ ബാബയുടെ കുട്ടിയാണെന്ന് പോലും എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഹം പാവൻ ഥേ. നമ്മൾ പാവനമായിരുന്നു, ഇപ്പോൾ പാവനമാകണം. ഇത് വലിയ വലിയ ആൾക്കാർക്ക് പോലും ബാബ പറയുന്ന ഇത്രയും ലളിതമായ കാര്യം ഭഗവാൻ പറയണത് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബാബ പറയണേ ആ പാവം അവരെയും ദോഷം പറഞ്ഞിട്ട് കാര്യമില്ല. തോ ക്യാ ഹം ഭി കഹേ കി ഹമാരാ ഭി ക്യാ ദോഷ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റുമോ? ബാബ അപ്പം നമ്മുടെയും ദോഷമല്ലല്ലോ എന്ന് പറഞ്ഞ് നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ. ഹമേ തോ ബാബാനെ ആപ് സമാൻ മാസ്റ്റർ നോളജ്ഫുൾ ബനായ. പക്ഷെ നമ്മളെ ബാബ തനിക്ക് സമാനം നോളജ്ഫുള്ളാക്കി മാറ്റിക്കഴിഞ്ഞവരാണ്. ബാബനെ ഹമേ പാസ്റ്റ് കോ ഭുലാക്കർ. എല്ലാ പഴയതിനെയും മറപ്പിച്ച് ഭാവി ചിത്രം നമ്മുടെ മുന്നിൽ തന്നുകൊണ്ട് ബാബ ഓർമ്മ തന്നു, ഓർമ്മിപ്പിച്ചു തന്നു. തുമേ ദേവത ബന്നാ ഹെ. നിങ്ങൾക്ക് ദേവതയായി മാറണം. ഹമേ തോ അപ്പനി ദേവതായി ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് അതി പറയണേ നമുക്കിനി എമർജ് ചെയ്യേണ്ടത്, പുറത്തു കൊണ്ടുവരേണ്ടത് ഏതാണ്? ദേവതാ ക്വാളിഫിക്കേഷൻസ് ആണ്, ദൈവിക സംസ്കാരങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. താങ്കൾ ആലോചിക്കൂ, മൂഡ് ഓഫ് ആകുക, ബാഡ് ഫീലിങ്ങിലേക്ക് വരിക, പിടിവാശി, ഇതെല്ലാം ദേവതാ സംസ്കാരമാണോ? ബാബ പറയും പഴയത് താങ്കളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ പോലും ബാബ പറയും മായയുടെ അടുത്ത് തോറ്റു. അതും ഒരു മായയാണ്. പഴയ കാര്യം ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, ഇതും മായയാണ്. മായയുടെ അടുത്ത് തോറ്റു എന്ന് ബാബ പറയും. മായ കൈ എസെ ഖേൽ ദിഖാത്തി ഹെ. മായ ഇങ്ങനെ പല കളികളും കളിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഞാനിതൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം, ഇപ്പൊ ഇതൊക്കെ എവിടുന്ന് വന്നു എൻ്റെ മനസ്സിലെ? ഇതൊന്നും എൻ്റെ ചിത്തത്തിൽ പോലും പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ വേണ്ടാത്ത ചിന്ത, ഈ വേണ്ടാത്ത ഫീലിങ്, ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. അവ പറയുന്നത് ഇതാണ് മായാവി കളി എന്ന് പറയണത്. എല്ലാ പഴയതും മറഞ്ഞിരുന്ന എല്ലാം എന്ത് ചെയ്യാണ്? അല്ല, സംസ്കാര രൂപത്തിൽ ഉള്ളിലുണ്ടായിരുന്ന എല്ലാം വെളിയിൽ വരും. ആ ജാപ് ലോഗ് ബൈട്ടേ ഹോ. ഇപ്പം നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്, വളരെയധികം ലഹരിയിൽ ബാബയുടെ അടുത്തിരിക്കും. പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ലഹരി ഇതേപോലെ ഉണ്ടോ? എന്തൊക്കെ വേണ്ടാത്ത ചിന്തകളാ വരണേ. ചിലരെന്ത് പറയും, ബാബ പറഞ്ഞിട്ടുണ്ട് വിനാശം വരുന്നത്, ഇതുവരെ വിനാശം വന്നില്ലല്ലോ, എന്നാൽ കുറച്ചൊക്കെ നമുക്ക് കലിയുഗി ലോകത്തിലേക്ക് പോയി ചുറ്റിയടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വരാം, എന്തായാലും സമയമുണ്ടല്ലോ, കുറച്ച് കലിയുഗി ജീവിതമൊക്കെ ജീവിച്ചിട്ട് വരാം. ചിലർക്ക് തോന്നും
ചില കന്യകമാർക്കും കുമാരന്മാർക്കും തോന്നും, എന്നാ പോയി ഒന്ന് കല്യാണം കഴിച്ച് ആ സുഖങ്ങളൊക്കെ എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ജുദാൻ ഹോഗേ ബാബ കി സച്ചി സജ്നി ബൻഗേ. അതി പറയുന്നത്, താങ്കൾ ആലോചിക്കൂ, താങ്കൾ താങ്കളുടെ ജീവിതത്തെ ദാനം കൊടുത്തുവെങ്കിൽ, ഭഗവാന്റെ സത്യമായ പ്രീതമയായി മാറുകയെങ്കിൽ, ഭഗവാനെ സത്യമായ പ്രീതമനാക്കി സ്വീകരിച്ചുവെങ്കിൽ, ഈ സങ്കല്പങ്ങളൊക്കെ താങ്കൾക്ക് എവിടുന്ന് വരാന്? ഇനി വിനാശത്തിന് കുറച്ചുകൂടെ സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ പോയി പിന്നെ തിരിച്ചു വരാം, ഇത്രയും സമയമില്ലേ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ വന്നു. അർത്ഥം തന്നെ ദാനം കൊടുത്ത മുതൽ താങ്കൾ തിരിച്ചെടുത്തു. ഈ മഹാപാപഹേ. ദാനം കൊടുത്തത് തിരിച്ചെടുക്കുക. ഈശ്വരന് മുന്നിൽ ദാനം ചെയ്ത് സമർപ്പണം ചെയ്ത ജീവിതത്തെ തിരിച്ചെടുത്ത് വീണ്ടും താങ്കൾ കലിയുഗി ജീവിതത്തിലേക്ക് മന്മത്തനുസരിച്ച് പരമത്തനുസരിച്ച് ജീവിക്കുന്നത് അതി പറയുന്ന മഹാപാപമാണ് കുട്ടികളെ. ഇത് മായാവി ചിന്തകളാണ്. ഇസ്ലിയെ അബ് കിസി ബാത് കി ഗഫ്ലത് മേ. അതിനാൽ ഒരു തരത്തിലുള്ള തെറ്റിലേക്കും പോവില്ലേ. ഞാനെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. സമർപ്പണം. ഇനി ഞാനില്ല, എൻ്റേതുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ബാബയുടേത്, എൻ്റേത് ബാബ. എല്ലാം എൻ്റേത്. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബാബയുടേതാണ്. പിന്നെ ഇനി ഈ സ്വഭാവം, ആ സംസ്കാരം ഒന്നും താങ്കളെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതാണ് ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സംഭവങ്ങളോ എന്ത് സ്വഭാവം സംസ്കാരം ആര് കാണിച്ചാലും, എന്ത് സാഹചര്യങ്ങൾ വന്നാലും താങ്കൾ ഡിസ്റ്റർബ് ആകാതിരിക്കും. അപ്പോഴാണ് പറയുക ബാബ നിരന്തര യോഗി. ബുദ്ധി ഡിസ്റ്റർബ് ആകരുത്. ലൈൻ ബുദ്ധിയുടെ ക്ലിയർ ആയിരിക്കണം. ബാബയുടെ മുരളിയുടെ സാരം ഇത് തന്നെയാണ്. മർജീവാപനോ, ഇപ്രകാരം മർജീവയാക്കൂ. സബ് കുച്ച് ദാൻ കർലോ. എല്ലാം തങ്ങളുടെ ബാഡ് ഫീലിങ്ങുകൾ സഹിതം സർവസ്വവും ദാനം ചെയ്യൂ. എങ്കിൽ സർവഗ്രഹപ്പഴയിൽ നിന്നും മുക്തരാകും. ഈ ബഹുത് ബഡി സബ്ജക്റ്റ് ഹെ. പക്ഷേ ഇപ്രകാരം ദാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ വിഷയമാണ്. സ്വന്തം ഫീലിങ്ങുകളെ പോലും ദാനം ചെയ്യുക, ഇതാണ് ഏറ്റവും വലിയ വിഷയം.